ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കേസെടുത്ത് ED രജിസ്റ്റർ ചെയ്തു. കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം 15 പ്രതികൾ. കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് കേസ് എന്നുള്ള വാർത്തയാണ് നമ്മൾ ഈ മണിക്കൂറിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം തന്നെ SIT ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മറ്റൊരു നീക്കവും നടത്തിയിരിക്കുന്നു. തന്ത്രി കണ്ഠരര് രാജീവരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നമുക്ക് ജിജീഷ് കരുണാകരനിലേക്ക് പോകാം. ജിജീഷ്, EDയുടെ കേസ് വന്നതോടുകൂടി ഇനി പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്കായിരിക്കുകയില്ലേ കടക്കുക? രാഗി, ഇനി പ്രധാനമായും അത്തരം നടപടികളിലേക്കെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഏറ്റവും ഒടുവിൽ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലായിരിക്കും അത്തരം നടപടികൾ ഉണ്ടാവുക. ആദ്യഘട്ടത്തിൽ ഇവരുടെ സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും ഒടുവിലുള്ള അല്ലെങ്കിൽ അനധികൃത സ്വത്ത് സമ്മാനം സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും. ബിനാമി ഇടപാടുകളുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും. പല ഘട്ടങ്ങളിലും സാധാരണ ഈ ബിനാമി ഇടപാടുകൾ കണ്ടുപിടിക്കുക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പോലും വളരെ ദുഷ്കരമായ കാര്യമാണ്. മുമ്പ് മറ്റു കേസുകളിലെല്ലാം തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലടക്കം PP കിരൺ പോലുള്ള പ്രതികൾ വലിയ തോതിൽ സാമ്പത്തികം നേടിയിരുന്നു എങ്കിൽ പോലും അത് ബിനാമി ഇടപാടുകളിൽ നിക്ഷേപിക്കുകയും ആ ബിനാമി ഇടപാടുകൾ കൃത്യമായി കണ്ടെത്തുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ആരുടെയെല്ലാം പേരിലായിരിക്കും ഈ സ്വർണ്ണ കവർച്ചയിലൂടെ ലഭ്യമായ പണം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ നിക്ഷേപിച്ചിട്ടുണ്ടാവുക, എവിടെയെല്ലാം ആയിരിക്കും നിക്ഷേപിച്ചിട്ടുണ്ടാവുക എന്നിവയെല്ലാം തന്നെ വളരെ ആഴത്തിലുള്ള ഒരു അന്വേഷണത്തിലൂടെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ പുറത്തും ഈ ഒരു നിക്ഷേപങ്ങൾ നടത്തിയിരിക്കാനുള്ള സാധ്യത, ബിനാമി ഇടപാടുകൾ നടത്താൻ ബന്ധുക്കളുടെ പേരിൽ മാത്രമല്ല ഒരുപക്ഷെ ഏറ്റവും അടുത്ത വിശ്വാസമുള്ള ആളുകളുടെ പേരിൽ പോലും സ്വത്തുവകകൾ ഈ പണം ഉപയോഗിച്ച് വാങ്ങിക്കൂട്ടാനുള്ള സാധ്യത എല്ലാം തന്നെയുണ്ട്. കോടികൾ ആണ് ഓരോ ആളുകളിലൂടെയും തിരിമറിയാൻ നടന്നിട്ടുള്ളത്. കോടികളാണ് ഓരോ ആളുകളുടെയും കൈവശം ഈ സ്വർണ്ണ കവർച്ച കേസിലൂടെ, ശബരിമല സ്വർണ്ണ കവർച്ചയിലൂടെ എത്തിയിട്ടുള്ളത് എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സംബന്ധിച്ച വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നടത്താനുള്ളത്. ഏറ്റവും ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിലവിൽ റിമാൻഡിലാണുള്ളത്. SIT അറസ്റ്റ് ചെയ്ത് അന്ന് മുതൽ തന്നെ റിമാൻഡിൽ തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കേന്ദ്ര ബിന്ദു എന്നാണ് SIT വ്യക്തമാക്കുന്നത്. എന്നാൽ അതിനുമപ്പുറം ആരെങ്കിലും ഉണ്ടോ ഈ ഒരു തട്ടിപ്പിനെല്ലാം തന്നെ ചുക്കാൻ പിടിച്ച, ഈ സ്വർണ്ണ കവർച്ചക്കെല്ലാം തന്നെ ചുക്കാൻ പിടിച്ച, ഇപ്പോഴും കാണാമറയത്തുള്ള മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ച് തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും ഒരു അന്വേഷണം നടത്തുക. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇക്കാര്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് അന്വേഷണത്തിൽ ഇതുവരെയുള്ള പ്രാഥമികമായ വിവരശേഖരണത്തിൽ EDക്കും വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചെല്ലാം തന്നെ വ്യക്തമായ അന്വേഷണം നടത്തണം. 474.9 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായിട്ടാണ് വിജിലൻസ് റിപ്പോർട്ട് ഉള്ളത്. ഈ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇനി പ്രധാനമായും അന്വേഷണം പോവുക. എന്നാൽ ഇതിലധികം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അത് വിദേശത്തേക്കടക്കം കടത്തിയിട്ടുണ്ടോ, അന്താരാഷ്ട്ര രാജ്യാന്തര വിഗ്രഹ കടത്ത് സംഘങ്ങൾക്ക് ഇത്തരം ഈ സ്വർണ്ണ കവർച്ചയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ, അത്തരം ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനയിൽ ഉണ്ടാവുകയും ചെയ്യും. കോടതിക്ക് വിവിധ ഘട്ടങ്ങളിൽ ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടുകളിൽ ഇതുവരെ നടന്നിട്ടുള്ള സ്വർണ്ണ കവർച്ചയുടെ ഒരു ആഴം, അതിൻ്റെ ഒരു വ്യാപ്തി എല്ലാം തന്നെ അന്വേഷണ സംഘം കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി അന്വേഷണം പിന്നോട്ട് പോയ ചില ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അന്വേഷണം മന്ദഗതിയിലായ ചില സമയങ്ങളിൽ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകാത്ത ഘട്ടങ്ങളിൽ എല്ലാം തന്നെ വിമർശനം ഉന്നയിച്ചത്. പലപ്പോഴും അന്വേഷണം ശരിയായ ദിശയിലായിരുന്നില്ല എന്ന ഒരു വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതിനെല്ലാം ഒരു പരിഹാരമായിരിക്കും നിലവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്ന രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കണം, മറ്റൊന്ന് CBIയുടെ അന്വേഷണം വേണം എന്നതാണ്. ഇങ്ങനെ രണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏറ്റവും പ്രമാദമായ നിരവധി കേസുകൾ അന്വേഷിച്ച് സുപ്രധാനമായ വിവരങ്ങൾ പലതും പുറം ലോകത്തെ അറിയിച്ചിട്ടുള്ള രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികൾ, അതിലൊന്നിൻ്റെ അന്വേഷണ പരിധിയിലേക്ക്, അന്വേഷണത്തിലേക്ക് ഈ കേരളത്തിൽ നടന്നിട്ടുള്ള വലിയ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വർണ്ണ കവർച്ചാ കേസ്, പ്രമാദമായ ഒരു കവർച്ചാ കേസ് കൂടി വരുന്നു എന്നതും, അതിൽ ഇനി ആരെല്ലാമാണ് ചോദ്യം ചെയ്യപ്പെടുക, ആരെല്ലാമാണ് ഇനി കാണാമറയത്തുള്ള ഉന്നതർ ആരെല്ലാമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം നൽകിയ ചില സൂചനകൾ, SITക്ക് നൽകിയ സൂചനകൾ എന്ന് പറയുന്നത് തങ്ങൾക്കും അപ്പുറം മറ്റു ചില ആളുകൾക്ക് ബന്ധമുണ്ട്, താൻ ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് ശബരിമലയുടെ സ്വാധീന അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തേക്ക് എത്തിപ്പെട്ട ആളുകളല്ല, അതിൻ്റെ ഉന്നതരുമായി ഒരു സുപ്രഭാതത്തിൽ അടുത്ത ബന്ധം സ്ഥാപിച്ച ആളല്ല എന്ന്
ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിരവധി മൊഴികളിൽ നിന്ന് തന്നെ SITക്ക് വ്യക്തമായ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ ആരെല്ലാമാണ് ഇതിൽ പങ്കാളികളായത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിന്നിൽ നിന്ന് നിയന്ത്രിച്ച ആളുകൾ, ഈ ഒരു സ്വർണ്ണ കവർച്ചയിലൂടെ സ്വന്തമാക്കിയിട്ടുള്ള പണത്തിന്റെ പങ്ക് പറ്റിയ ആളുകൾ, അതിൽ രാഷ്ട്രീയ നേതാക്കളുണ്ടോ? പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാർ അടക്കമുള്ള ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം ഓരോരുത്തരുടെയും പങ്കാളിത്തം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൂടി വ്യക്തമാകേണ്ടതുണ്ട്. നിലവിൽ EDയുടെ അന്വേഷണത്തിൽ അതിലേക്കൊന്നും നീളുന്ന വിശദമായ സമഗ്രമായ ഒരു അന്വേഷണം നടന്നിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഈ SITക്ക് വിട്ടുപോയ ഭാഗങ്ങൾ, SIT കണ്ടെത്താത്ത കാര്യങ്ങൾ, SITയുടെ അന്വേഷണ പരിധിക്കപ്പുറമുള്ള വിഷയങ്ങൾ എന്നിവയെല്ലാം തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു അന്വേഷണം ഉണ്ടാവുക. എല്ലാ ഘടകങ്ങളും പ്രത്യേകിച്ച് നിരവധി ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കണം. SIT മുഴുവൻ ചോദ്യം ചെയ്യലുകളും പൂർത്തിയാക്കിയിട്ടില്ല. ചില ചോദ്യം ചെയ്യലുകൾ അന്വേഷണ സംഘം മനഃപൂർവ്വം തന്നെ നടത്തിയിട്ടില്ല എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ എല്ലാം തന്നെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും മുരാരി ബാബുവിനെ ആണെങ്കിലും എല്ലാം അന്വേഷണ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. N വാസു, A പത്മകുമാർ അടക്കമുള്ള ആളുകളുണ്ട്. അവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഒരു സ്വർണ്ണ കവർച്ചയ്ക്ക് അതിനുശേഷം കേരളത്തിന് പുറത്ത് ഏതെങ്കിലും തരത്തിൽ പങ്കുവഹിച്ച ആളുകളുണ്ടെങ്കിൽ അത്തരം ആളുകളെ കണ്ടെത്തി വിശദമായ അന്വേഷണം നടത്തണം. ഇതിൻ്റെ കള്ളപ്പണ ഇടപാടുകൾ ആരെല്ലാം വഴി ആയിരിക്കാം നടന്നിട്ടുള്ളത്, ആരെല്ലാം ഇതിൻ്റെ പങ്ക് പറ്റി എന്നത് സംബന്ധിച്ച് വിശദമായി അറിയേണ്ടതുണ്ട്. നിലവിൽ വിജിലൻസ് SP സമർപ്പിച്ച റിപ്പോർട്ട് ഒക്ടോബർ 10 ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് അതെല്ലാം തന്നെ EDയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധിച്ചിട്ടുണ്ട്. കാരണം അത്തരം റിപ്പോർട്ടുകൾ ED പരിശോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് SITയുടെ അന്വേഷണം ഏത് തലത്തിലായിരുന്നു, ഏതെല്ലാം മേഖലകളെ സ്പർശിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ അന്വേഷണം, അതിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തെല്ലാമാണ്, വിട്ടുപോയിട്ടുള്ള അന്വേഷണ വിഷയങ്ങൾ എന്തെല്ലാമാണ് എന്ന് അന്വേഷണ സംഘം പ്രത്യേകമായി തന്നെ പരിശോധിച്ചു. അതുകൊണ്ട് തന്നെ SIT വിട്ടുപോയ ഭാഗങ്ങൾ, SIT വിട്ടുപോയ അന്വേഷണ വിവരങ്ങൾ, SIT കണ്ടെത്താത്ത കാര്യങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഉണ്ടാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഒരുപക്ഷെ SITക്ക് ലഭിച്ചതിലും അധികമുള്ള വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഉന്നതരായ ആളുകളെ ഏറ്റവും അധികം കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണം തന്നെയായിരിക്കും ഇതിൽ ഉൾപ്പെട്ട മുഴുവൻ. പ്രജിത്ത് തുടരുകയാണ്. നമുക്കിപ്പം പ്രജിത്ത്, ഈ തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യുന്ന ഈ സംഭവം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ മറന്നുകൂടാത്ത ചില ആക്ഷേപങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ശബരിമലയിൽ നിന്നും സ്വർണം പൊതിഞ്ഞ പാളികൾ കടത്തിയത് തന്ത്രി പറഞ്ഞതിനെ തുടർന്നാണ് എന്ന പത്മകുമാറിന്റെ മൊഴിയൊക്കെ CPMന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയെ എതിർത്ത് SIT ഹൈക്കോടതിയിൽ പറഞ്ഞത് പാളികൾ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരു ഘട്ടത്തിലും തന്ത്രിയുടെ അഭിപ്രായം തേടിയിരുന്നില്ല, തേടിയതിന് തെളിവില്ല എന്നാണ്. മഹസറിൽ തന്ത്രി ഒപ്പിട്ടിട്ടുമില്ല. കട്ടളപ്പാളികൾക്ക് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് തന്ത്രി ആവശ്യപ്പെട്ടതിനും രേഖകളില്ല എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ SIT സംഘം പ്രതിരോധത്തിലാണ് ഈ വിഷയത്തിൽ. ഇതിനിടെയാണ് തന്ത്രിയെ ചോദ്യമുനയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കറിയാം ഇന്ന് ED കേസെടുക്കും എന്നുള്ള ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ED കേസെടുക്കുന്നു. ഇതിനിടയിൽ ഇത്തരത്തിൽ തന്ത്രി ചോദ്യമുനയിലാണ് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നു. നമുക്കറിയാം നേരത്തെയും കടകംപള്ളി സുരേന്ദ്രനെയും സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കുന്ന വിഷയമാണ് ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ്. ഇതിൽ കടകംപള്ളി സുരേന്ദ്രനെയും ഇതേ രീതിയിൽ ചോദ്യമുനയിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. പിന്നീട് വീണ്ടും ചോദ്യം ചെയ്യൽ, ഇതിനിടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ യാതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്.